നമസ്കാരം. നാട്ടിലെ വീട്ടിലെ നിരവധി വാർത്തകളും വിശേഷങ്ങളുമായി സകലമാന കേരളം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും അതായത് ന്യൂസ് 18 കുടുംബത്തിലും എന്നൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജോസ്ന ജോസഫിന്റെ പിറന്നാളാണ്. ജോസ്ന, ഹാപ്പി ബർത്ത്ഡേ. ജോസ്നയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 മരണം. മരിച്ചത് പറക്കുളം സ്വദേശി ബിനീഷും ഭാര്യയും കുഞ്ഞുങ്ങളും. തീപിടിച്ചത് 2ാം നിലയിലെ കിടപ്പുമുറിയിൽ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പോലീസ്. വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. ആക്രമണം അർദ്ധരാത്രിയോടെ. ചുമരിനും വാതിലുകൾക്കും കേടുപാടുകൾ. നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ. കാട്ടാനിറങ്ങിയത് സീതാർകുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപം. പ്രദേശത്ത് സ്ഥിരമായി ആനിറങ്ങുന്നതിൽ ആശങ്ക. സംസ്ഥാനത്ത് പരക്കമഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, നഗരൂർ, കോഴിക്കമൂലയിൽ മേൽക്കൂര തകർന്ന് വീണ് 2 പേർക്ക് പരുക്ക്. മാലിന്യ കൂമ്പാരമായി പാലക്കാട് ഓങ്ങല്ലൂർ മേഖല. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നില്ല. പാതയോരങ്ങളിൽ കൂട്ടിയിടുന്നത് പതിവ്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. വിശദമായി നോക്കുമ്പോൾ ഇന്ന് രാവിലെ കേരളത്തെ ഏറെ ഞെട്ടിച്ച, ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയിലേക്കാണ് തുടക്കം തന്നെ സകലമാന കേരളം പോകുന്നത്. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മളകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹാളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ, സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ബോഡി ഉള്ളത്. ഞാൻ ഏകദേശം ഒരു 6 മണി 6:15 ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ്, എണീറ്റ് സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം അറിഞ്ഞിരുന്നു. അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ 2 മുറികളിലും നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. പിന്നെ അവർ ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു. അപ്പോഴേക്കും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അപ്പോഴേക്കും എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി വൈകി നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ്. മൊത്തം നിന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ്, അമ്മയാണെന്ന് വിളിച്ചത്, മോളിൽ നിന്നല്ല. അപ്പോൾ ഞാൻ മോളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കഡായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സംഭവമായിട്ട് ഇന്നത്തെ ഈ ദാരുണ സംഭവം ഉണ്ടായത്, ഇവിടുത്തെ അമ്മ താഴെയാണ് കിടക്കുന്നത്. ഈ താഴെ കിടക്കുന്ന അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പ്രയറിന് വേണ്ടിയിട്ട് 4 മണിക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ ശേഷം ഇവിടെ മുകളിൽ തീയുടെ ഈ ചൂടും അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ആൾക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഈ ഗോഡൌണിൽ ഇവരുടെ തന്നെ ഒരു വർക്കറായിട്ടുള്ള ഒരു ഹിന്ദി ജീവനക്കാരൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയും അദ്ദേഹം ശ്രമിച്ചിട്ട് ഒന്നും പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ചാടി പുറത്തിറങ്ങുകയും അവിടെ ചെന്നപ്പോൾ പത്രക്കാരും അയൽവാസികളെ എല്ലാം വിളിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാം സംഭവിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞത്.
അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ അണച്ച് ചെന്നപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. അങ്കമാലി പറക്കുളത്തടുത്തുള്ള ബിനീഷിന്റെ വീട്ടിലാണ് ഇത്രയും 4 പേരെ രാവിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 മണിയോടുകൂടി പത്രക്കാരൻ ഏലിയാസ് അദ്ദേഹം പത്രമിട്ട് ഈ പോകുന്ന വഴിയിലാണ് ഈ വീട് കാണുകയും ഈ വീട്ടിലേക്ക് തീ പടരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ സമീപത്ത് അവരുടെ അമ്മ ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്നതും ഇയാൾ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ വന്നു. ആ സമയത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ ആളി പടരുന്ന രീതിയിലായിരുന്നു തീ കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് ഇവിടുന്ന് ആള് പോയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത്. 6 മണിയോട് അടുപ്പിച്ച് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി തീ പൂർണ്ണമായും അണച്ചിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീയും പുകയും ബാക്കിയും അണച്ച ശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കതക് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് ഇവർ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് മുറിക്കുള്ളിൽ ബെഡ്റൂമിൽ പലയിടങ്ങളിലായി ബിനീഷിനെയും ഭാര്യയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ നാടാകെ എത്തിയിരിക്കുന്നത്. വളരെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വളരെ സൌഹൃദപരമായി സ്നേഹത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ബിനീഷും ഭാര്യയും മക്കളുമൊക്കെ. ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. 2 നില വീടാണ്. അപ്പോൾ വീടിന്റെ താഴെ നിലയിലാണ് അമ്മ താമസിക്കുന്നത്. മുകളിൽ തന്നെയാണ് ബിനീഷും ഭാര്യയും മക്കളും. മുകളിലത്തെ മുറിയിലായിരുന്നു ഇവർ 4 പേരും കിടന്നുറങ്ങിയത്. ബിനീഷ് ജാതിക്ക വ്യാപാരിയാണ്. ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിയിൽ തന്നെ ബിസിനസ് നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഭാര്യ അനു MA GJ ഹോസ്പിറ്റൽ മൂക്കന്നൂരിലുള്ള ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ടീച്ചറാണ്. 2 മക്കൾ. മൂത്തത് പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൺകുട്ടി ഇപ്പോൾ LKGയിലേക്ക് പ്രവേശനം നേടിയതേ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടി ജീവിച്ച ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സംശയം, അതായത് തുടക്കത്തിൽ ഈ കുടുംബം ഒരു സംശയം, നാട്ടുകാരൊരു സംശയം ഉണ്ടായിരുന്നത് ഈ ജാതിക്ക ഫാക്ടറി ഇതിനടുത്ത് തന്നെയുണ്ട്, അതിന്റെ അവിടെ നിന്നുണ്ടായ തീപിടുത്തമാണോ എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ കുടുംബം ഈ നാട്ടുകാരും കുടുംബവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിന് കാരണം ഒരു 3 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ മരണകാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച് വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലം MLA റോജി M ജോണും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റൂറൽ SP വൈഭവ് സക്സേന അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞത്. എന്നാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകുക. ഇവിടെ അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും വല്ലാത്തൊരു ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും. സുഹൃത്തുക്കൾ, ബിനീഷിന്റെയും ഭാര്യയുടെയും സുഹൃത്തുക്കളടക്കം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വെന്ത് മരിച്ച നിലയിലായിരുന്നു. ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഇവരുടെ കിടപ്പുമുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. എല്ലാ സാധനങ്ങളുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ബിനീഷിന്റെ അമ്മയെ അടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുമെല്ലാം അവിടെയാണിപ്പോൾ. എന്തായാലും പോലീസും ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ അവസാനവട്ട പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവമുണ്ടായത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും. എന്തായാലും എന്താണ് കൃത്യമായിട്ടുള്ള മരണകാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണം എന്ന് മാത്രം പോലീസും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഉറച്ച് പറയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.
വയനാട്ടിൽ റാഗിംഗിന്റെ പേരിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനാണ് പരിക്കേറ്റത്. കത്രിക കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 9, 10 ക്ലാസുകളിലെ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അവസ്ഥ വളരെ മോശമാണ്. ഇന്നലെയാണ് രാത്രി ഇങ്ങോട്ട് ലിയോയിലേക്ക് കൊണ്ടുവന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ബത്തേരിയായിരുന്നു. അവിടുന്ന് രാത്രിയായപ്പോൾ മതിയായ ട്രീറ്റ്മെന്റ് ഒന്നും അവിടുന്ന് കിട്ടുന്നില്ലായിരുന്നു. അത് കാരണം മാത്രമാണ് ഞങ്ങൾ ലിയോയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടുന്ന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തിട്ടുണ്ട്, മൂക്കിന് ഫ്രാക്ചർ വീണിട്ടുണ്ട്, ചെവിക്ക് ഇനി അതെടുത്ത് എനിക്ക് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയതിന് ശേഷമേ ചെവിൻ്റെ വല്ല എന്താണെന്നുള്ളത് അറിയുള്ളൂ. കേൾക്കുമെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ മോന് പറ്റിയത് പറ്റി. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. MS അനീഷ് കുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. അനീഷ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ ആരും മറന്നിട്ടില്ല. ഒരു റാഗിങ്ങിന് ഇരയായി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സമാന സംഭവം, റാഗിങ്ങിന്റെ വാർത്ത വരുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നായി പലപ്പോഴും റാഗിങ്ങിന്റെ പല വാർത്തകളും പുറത്തു വരുമ്പോഴും സ്കൂൾ തലത്തിൽ ഇത്തരം വാർത്തകൾ വളരെ അപൂർവമായി തന്നെയാണ് പുറത്തു വരുന്നത്. ഇതും വയനാട് നിന്ന് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. വയനാട് അമ്പലവയൽ സ്വദേശികളായ ബിനേഷ് കുമാർ, സ്മിത ദമ്പതികളുടെ മകൻ ശബരിനാഥനാണ് ആ സ്കൂളിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത്. നേരത്തെ മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്ന ശബരിനാഥ് ഈ അധ്യയന വർഷം മുതലാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് പഠനം മാറ്റിയത്. സ്കൂളിൽ വന്ന ഏതാണ്ട് 3 ദിവസം മാത്രമേ ആവുകയും ചെയ്തിട്ടുള്ളൂ. ഇതിനിടയിലാണ് 2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഏതാനും പേർ ചേർന്ന് പരിചയപ്പെടാൻ എന്ന പേരിൽ വിളിച്ചിറക്കിക്കൊണ്ടുപോവുകയും പിന്നീട് കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഇതിനുശേഷം വിദ്യാർത്ഥിയെ പ്രവേശിപ്പിച്ചു. എന്നാൽ നിർബന്ധിച്ച് ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു നീക്കം നടന്നതായും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് സുൽത്താൻ ബത്തേരി പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 5 വിദ്യാർത്ഥികളെ 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സ്കൂൾ അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുടുങ്ങി. സ്ലാബിനിടയിലാണ് കാൽ കുടുങ്ങിയത്. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ഇത് ഇന്നലെ നടന്ന സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് ഈ ഒരു അശാസ്ത്രീയ നിർമ്മാണ രീതി തന്നെയാണോ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് വഴിവെച്ചത്? ഒരു കാര്യം കൂടി, അപകടത്തിൽപ്പെട്ട ഈ സ്ത്രീയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഭവ്യ, അപകടം ഒരു സാരമായ പരിക്കൊന്നും ഏറ്റ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അവർക്ക് കാലിൽ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെയാണുള്ളത്. ആ സമയത്ത് തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ സ്ത്രീ ആരെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു, കൗൺസിലറുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവർക്കാർക്ക് അപകടം ഉണ്ടായത് അവർക്ക് എന്നൊരു ധാരണ ഇല്ല, അതിലൊരു വ്യക്തതയില്ല. ഇന്നലെ അവിടെ അപകടം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ അതിൽ നിന്നും, അതായത് ഓടയിൽ അല്പം മഴവെള്ളം പോകാൻ വേണ്ടി അല്പം ഗ്യാപ്പ് കൂടുതലായിരുന്നു, അതിലേക്കാണ് കാല് വീണത്. ആ സമയത്ത് അവർക്ക് സഹായവുമായി അവിടെ കൂടിയിരുന്ന ആളുകൾ അവരെ സഹായിക്കാൻ ഒപ്പം കൂടി, അങ്ങനെയാണ് അവരുടെ കാല് പുറത്തെടുത്തത്. ആ ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ ഇപ്പോൾ മെട്രോയുടെ ബാരിയർ ഒക്കെ വെച്ച് അത് അത്യാവശ്യം ഒരു സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാലാരിവട്ടം ബൈപ്പാസ് ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഓടകളിൽ സ്ലാബ് മാറിക്കിടക്കുന്ന അവസ്ഥ, സ്ലാബ് തകർന്നു കിടക്കുന്ന അവസ്ഥ, ഇതില് കുഴികൾ, പലയിടത്തും കുഴികളുള്ള അവസ്ഥ, അങ്ങനത്തെ, അതായത് കാൽനട യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ
അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഓട് തകർന്നു കിടക്കുന്ന സാഹചര്യമാണുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കുഴികൾ ഉണ്ടാകുന്ന സാഹചര്യം. പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല, അത്തരം ഒരു സാഹചര്യത്തിൽ വന്നാൽ പോലും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് ഇപ്പോ ഇവിടെ പുനർനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പുതുക്കി പണിയലുണ്ട്, അല്ലെങ്കിൽ ഓടയും ഒക്കെ ഇപ്പോ മഴക്കാലത്തിന് ശേഷം, അതായത് ഈ വലിയ വെള്ളക്കെട്ടിന് ശേഷം ക്രമീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്ങനെയാണ് പോയാൽ അതൊക്കെ പ്രധാന റോഡുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല ഇടറോഡുകളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇടനൂർ റോഡുകളിലൂടെയുള്ള കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഒക്കെ ഇത് വളരെ ഗുരുതരമായി അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം. അതാണ് സാഹചര്യം. ഇന്നലെ രാവിലെയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. വിഷ്ണു മുതുവീട്ടിലിന്റെ വീടിന് നേരെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ആക്രമണമുണ്ടായത്. വീടിന്റെ ചുമരിനും വാതിലിനും കേടുപാടുകൾ സംഭവിച്ചു. ഇടവേള. കൈരളി ടീം ആണ് നിലവിൽ അവരുടെ സഭാകക്ഷി നേതാവാണ് ശ്രീകാകുളത്ത് നിന്നുള്ള MP രാംമോഹൻ നായിഡു. രാംമോഹൻ നായിഡു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഏതായാലും TDP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം മറ്റ് രണ്ട് പേരുകൾ കൂടി TDP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് ഗുണ്ടൂരിൽ നിന്നുള്ള MP വെമിറെഡ്ഡി പ്രഭാകർ ആണ്. ഒപ്പം പെമ്മസാനി ചന്ദ്രശേഖരും മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ TDP നേതാക്കൾ അറിയിക്കുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ TDP തയ്യാറായിട്ടില്ല. പക്ഷേ BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്പീക്കർ സ്ഥാനം നൽകാൻ കഴിയില്ല, പകരം TDPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ നേതാക്കൾ NDA വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും TDP ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കർ പദവി കൈകാര്യം ചെയ്തിരുന്നത് GMC ബാലയോഗിയായിരുന്നു. അദ്ദേഹം TDP നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തവണ ഏതായാലും ലോക്സഭാംഗമാണ്. തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. പുലർച്ചെ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത്. തിരുവനന്തപുരം നഗരൂർ കോഴിക്കമൂലയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് 2 പേർക്ക് പരിക്ക്. കോഴിക്കമൂല സ്വദേശികളായ അമ്മയ്ക്കും മകനുമാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് മേൽക്കൂര തകർന്നു വീണത്. ഉറങ്ങിക്കിടക്കുന്നവരുടെ മുകളിലേക്കാണ് വീണത്. ഇവരെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് കണിയാപുരം മുരുക്കുംപുഴ വരിക്കമുക്കിൽ റോഡിൽ വെള്ളക്കെട്ട്. വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. കണിയാപുരത്ത് നിന്നും മുരുക്കുംപുഴയിലേക്കും ചിറയിൻകീഴിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് വെള്ളക്കെട്ടുണ്ടായത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴേക്കും പാലക്കാട് ഓങ്ങല്ലൂരിൽ വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാതെ പാതയോരങ്ങളിൽ കൂട്ടിയിടുന്നതാണ് ഈ ദുരിതത്തിന് കാരണം. പാലക്കാട് ഓങ്ങല്ലൂരിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട MCMഫുകളുടെ അവസ്ഥയാണിത്. കൃത്യമായി നിക്ഷേപിക്കാത്തതുകൊണ്ട് മാലിന്യങ്ങൾ MCMഫുകൾക്ക് പുറത്തും പാതയോരത്തുമായി കുന്നുകൂടി കിടക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ചേർന്ന യോഗത്തിൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകിയിരുന്നു. ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി മാത്രം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും മിനി MCFുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിനി MCFുകൾ കാര്യക്ഷമതമായി പ്രവർത്തിക്കുന്നില്ല. മുൻകാലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്തിരുന്നു MCFിൽ നിന്ന്. അതിന്റെ കരാറുകാർ നിസ്സംഗത കാണിക്കുന്നത് മൂലം പല വീട്ടിലെ വേസ്റ്റുകളും
ഇതിൽ ഉൾപ്പെടാത്ത പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റുള്ള കോഴി വേസ്റ്റ് എന്നിവ പോലും സാമൂഹ്യ വിരുദ്ധർ ഇതിന്റെ മറവിൽ മിനി മുനിസിപ്പൽ കൊണ്ട് സ്ഥാപിക്കുകയും അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ബോർഡ് മീറ്റിങ്ങിലും മറ്റും എല്ലാ മെമ്പർമാരും പരമാവധി മെമ്പർമാർ ആ ആവശ്യം ഉന്നയിക്കുകയും ഞാൻ ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴക്കാലം ആയതോട് കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിൽ മറ്റുള്ള വേസ്റ്റുകളൊക്കെ സ്ഥാപിക്കുകയാണ്. അതെല്ലാം റോഡിലേക്കും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാടത്തിലും വെള്ളത്തിലേക്കും ഒക്കെ കലർന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഈ നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എല്ലാം പടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വേസ്റ്റുകൾ ശുദ്ധജലത്തിൽ കലരുന്നത് മൂലം ആരോഗ്യപ്രദമായ പല കാരണങ്ങൾക്കും അത് ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന നടപടികൾ ഭരണസമിതി പെട്ടെന്ന് എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മഴയിൽ മാലിന്യം ഒഴുകി ജലസ്രോതസ്സുകളിൽ എത്തുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് ഓങ്ങല്ലൂർ നിവാസികൾ. ഒരു 10 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ വാർഡ് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തുണ്ടായി. മഞ്ഞളിങ്ങൽ നമ്മളെ പാടം ആ കയറുന്ന ഭാഗത്ത് ഹരിതകർമ്മ സേനയുടെ ഉറകളും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് പൂച്ച ചത്തു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ അപ്പോളിച്ചറി വർക്കിൻ്റെ വേസ്റ്റുകൾ ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഓരോ മദ്യക്കുപ്പികൾ പോലെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. പഞ്ചായത്തിലുടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DMO ഉൾപ്പെടെ നമ്മളെ സ്ക്രാപ്പിൻ്റെ ആളുകളെ വിളിച്ച് വലിയ ഒരു മീറ്റിങ്ങൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുക എന്നല്ലാതെ യാതൊരു വിധ നടപ്പിലാക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ശക്തമായി ഞങ്ങൾ ഈ തീരുമാനത്തിനോട് ഈ വാർത്ത കേട്ട് അധികൃതർ തീരുമാനത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂരിന്റെ വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം ഇത്തരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിടുന്നത്. മാലിന്യ സംസ്കരണത്തിലെ പഞ്ചായത്തിന്റെ അലംഭാവത്തിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ. സീതാർകുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപമാണ് കാട്ടാനിറങ്ങിയത്. ഇന്നലെ രാത്രി 7 മണിക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന രാവിലെ 6 മണിവരെ നിലയുറപ്പിച്ചു. മാസങ്ങളായി ചില്ലിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്താറുണ്ടെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ മിന്നൽ വേഗത്തിൽ ഒറ്റ കൈകൊണ്ട് പിടിച്ചു കയറ്റുന്ന കണ്ടക്ടർക്ക് അഭിനന്ദന പ്രവാഹം. സമയോചിതമായ ഇടപെടലിൽ ജീവൻ രക്ഷപ്പെടുത്തിയ കണ്ടക്ടർ ബിജിത് ലാലിനെ എൻഫോഴ്സ്മെന്റ് RTO പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിലിനുണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചതോടെ കണ്ടക്ടർ ബിജിത് ലാൽ താരമായി മാറിയിരിക്കുകയാണ്. ബസിന്റെ പിന്നിലെ റോഡിനരികിൽ നിന്ന യാത്രക്കാരനെയാണ് കണ്ടക്ടർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. യാത്രക്കിടെ നിയന്ത്രണം വിട്ട് വീണ് വാതിലിന്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ കണ്ടക്ടർ രക്ഷിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് അന്നേരം അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. ആ സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയത്. ഈ യാത്രക്കാർ അങ്ങോട്ട് പറഞ്ഞിരുന്ന ഈ കക്ഷിയുടെ ബാക്ക് വശം തന്നെ ഡോറിൻ്റെ ലോക്ക് ഡോർ ഓപ്പണായി. അപ്പോഴത്തേക്കും ഞാൻ കൈ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കൈ ചെന്നു കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എനിക്ക് കൈ കിട്ടുന്നു. ആ കൈ പിടിച്ച് ഞാൻ കയറ്റുന്നു. കയറ്റി ഞാൻ കക്ഷി എന്ന് പറയുന്നത് മുന്നോട്ട് പോയിരുന്നു. ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നേരിട്ടെത്തിയായിരുന്നു ഈ കണ്ടക്ടറെ അഭിനന്ദിച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന യുവതിക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ സമൂഹത്തിന്റെ സഹായം വേണം. എറണാകുളം വാഴക്കുളം സ്വദേശിനി ഡിൻസിയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട ഡിൻസിക്കും ഏകമകനും മുൻപിൽ നല്ല മനസ്സുകളുടെ സഹായം മാത്രമാണ് പ്രതീക്ഷ. 12 വർഷം മുൻപ് ഭർത്താവ് അപകടത്തിൽ മരിച്ചതോടെ ഡിൻസിയും മകനും ഒറ്റയ്ക്കായി. പിന്നാലെ ഡിൻസിക്ക് ഗുരുതര രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ സ്ഥിതി ബുദ്ധിമുട്ടിലായി. അടിയന്തരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഇതിനായി കണ്ടെത്തേണ്ടത് 40 ലക്ഷം രൂപ. ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാരും. ഇതിനായി വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 20 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സയ്ക്കുള്ള പണം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 40 ലക്ഷം രൂപയോളം മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചെലവാകും എന്നുള്ളതാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി മനോജിന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ഭർത്താവ് മരണപ്പെട്ട് ഒരാൺകുട്ടി മാത്രമാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി മാത്രമാണ് ഡിൻസിക്കുള്ളത്. ഡിൻസി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാ അഭ്യുതകാംക്ഷികളുടെയും എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ വാഴക്കുളത്തെ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാട് ഡിൻസിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ്. CMC സിസ്റ്റർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് വാഴക്കുളം PO ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ അടുത്തിടെയാണ് താമസം തുടങ്ങിയത്. ഏകമകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിധവയായ ഒരു സ്ത്രീയാണ് ഡിൻസി. മജ്ജമാറ്റൽ ശസ്ത്രക്രിയയിലൂടെ ഒരു ജീവൻ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും കഴിയുന്ന പോലെയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ പ്രാർത്ഥനാ സഹായവും ഒക്കെ നൽകിക്കൊണ്ട് ആ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതിനെ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പണം സ്വരൂപിക്കാൻ വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിന്റെയും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സിജു സെബാസ്റ്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൌണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565, പവന് 52,520. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5470, പവന് 43,760. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു. നമസ്കാരം.